Determinants. What is meant by determinants? നിർണയിക്കുക, നിർണയം എന്താണ് നിർണയിക്കുന്നത്? ടോപ്പിക്കിൻ്റെ അപ്ലിക്കേഷൻസ് ഇനി വരുന്ന ടോപ്പിക്കിലോട്ട് കാണും. വെക്റ്റർ, ജോമെട്രി എന്ന ടോപ്പിക്കിലൊക്കെ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് കാണും. ഏരിയ, വോളിയം കൺസെപ്റ്റൊക്കെ ആയിട്ട് ഇത് ഒരുപാട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് അഗെയിൻ വെൽക്കം ടു ദ ന്യൂ ടോപ്പിക് ഡിറ്റർമിനൻറ്റ്സ് പാർട്ട് 1. Yes. What is meant by determinant? Determinant എന്ന് പറഞ്ഞാൽ എന്താണ്? So every square matrix can be associated to an expression or a real number. A number may be real or complex, which is known as its determinant. ഇപ്പോൾ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. And if A is equal to Aij is a square matrix of order n, then the determinant of A is denoted by determinant of A or dt of A or determinant of A like this. മോഡ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. മോഡല്ല, is read as determinant of A. Okay. For example, if A is equal to a square matrix of order 3, ABC, DE of EGH, then the determinant of A is denoted by like this. Determined ABC, DEF, EGH. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. മെട്രിക്സും ഡിറ്റർമിനൻറ്റും തമ്മിലുള്ള നൊട്ടേഷൻ്റെ വ്യത്യാസം. സി, മെട്രിക്സിൻ്റെ ബ്രാക്കറ്റ് ഈ ടൈപ്പാണ്, ഡിറ്റർമിനൻറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ടൈപ്പ്, ഇങ്ങനെ മാത്രമേ കാണുള്ളൂ. അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഓക്കെ, നോട്ട് എ പോയിന്റ്. ഫോർ എ മെട്രിക്സ് എ, ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് റീഡ് ആസ് എ ഡിറ്റർമിനന്റ് ഓഫ് എ, നോട്ട് മോഡുലസ്. അത് കൺഫ്യൂസ് ചെയ്യരുത്. ദ നൊട്ടേഷൻ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് തന്നെയാണ് വായിക്കേണ്ടത്, മോഡുലസ് അല്ല. ഓക്കെ, ദ സെക്കൻഡ് പോയിന്റ്, ഓൺലി സ്ക്വയർ മെട്രിസസ് ഹാവ് ഡിറ്റർമിനൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സ്ക്വയർ മെട്രിസസിന് മാത്രമേ നമുക്ക് ഡിറ്റർമിനൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് നോക്കാം. സോ ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 1. ഓക്കെ, ഓർഡർ 1 എന്ന് വെച്ചാൽ മെട്രിക്സിൽ ഒറ്റ എലമെൻറ്റേ കാണുള്ളൂ, അല്ലേ, ഒരു റോ ഒരു കോളം. സപ്പോസ് എ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു A11 is a square matrix of order 1, then what is determinant of A? Is simply A11. അവിടെയും ഡിറ്റർമിനന്റ് ആണ്, മോഡുലസ് ആണെന്ന് കൺഫ്യൂസ് ചെയ്യരുത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, A is equal to matrix -2, then what is determinant of A? It is -2 itself. ഓക്കെ, അവിടെ മോഡുലസ് ആണെന്ന് കൺഫ്യൂസ് ചെയ്യരുത്, വീണ്ടും ഞാൻ പറയുന്നു. And A is equal to matrix 2 + 3a is a complex number. അവിടെയും ഡിറ്റർമിനന്റ് ഓഫ് എ എന്താണ്? 2 + 3a ആണ്. ഓക്കെ, അവിടെയും കൺഫ്യൂസ് ചെയ്യരുത്. ഡിറ്റർമിനന്റ് ഓഫ് എ നേരിട്ട് അബ്സല്യൂട്ട് വാല്യൂ ഇല്ലെങ്കിൽ മോഡുലസ് എടുക്കരുത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ്, ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 എങ്ങനെയാണ്? സപ്പോസ് A is equal to matrix A11, A12, A21, A22. Then what is determinant of A? See, this is the determinant. ഇല്ലേ, determinant of that A. എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, സി, ഫസ്റ്റ് ഓഫ് ഓൾ A11 ഇൻറ്റു A22 ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. A11 ഇൻറ്റു A22 മൈനസ് A21 ഇൻറ്റു A12 ഓഫ് ഡയഗണൽ തമ്മിലുള്ള പ്രോഡക്റ്റ് അതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് A11 A22 മൈനസ് A21 A12. Okay, yes. For example, let A is equal to matrix -1 2 3 5. What is determinant of A? It's a determinant of this എന്ന് പറഞ്ഞാൽ product of the main diagonal -1 into 5 minus the product of the off diagonal 3 into 2. Okay, അല്ലേ, that is -11. Easy ആണ്. Okay, that is determinant of a square matrix of order 2 is the product of the diagonal elements or main diagonal elements minus the product of off diagonal elements. Okay. അടുത്തത് determinant of a square matrix of order 3. ഇനിയാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഈ കാര്യത്തിൽ. See, suppose as square matrix of order 3, A is equal to matrix A11, A12, A13, etc. up to A33.
What is determinant of A? Like this. എങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 2 പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനെ ഈ 3/3 വന്നു കഴിഞ്ഞാൽ ഇതിനെ 2/2 റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം വി ക്യാൻ എക്സ്പാൻഡ് ദിസ് ഡിറ്റർമിനന്റ് വിത്ത് റെസ്പെക്ട് ടു എനി റോ ഓർ എനി കോളം. അത് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം കൺസിഡർ ദ ഫസ്റ്റ് റോ. ഓക്കെ, ദ ഡിറ്റർമിനന്റ് ഈസ് A11. ഫസ്റ്റ് റോ എലമെന്റ് ആണ് A11. ദാറ്റ് A11 ഇൻറ്റു അപ്പോൾ A11 ഉൾക്കൊള്ളുന്ന റോവും കോളും ഒഴിവാക്കുക. ഓക്കെ, ബാക്കി ഉള്ള എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് ഒരു 2/2 ആണ്. സോ A11 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് A22, A23, A32, A33 ലൈക്ക് ദിസ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. അടുത്തത് അതേ റോയിൽ നോക്കിക്കോളൂ, അടുത്ത എലമെന്റ് A12. അപ്പോൾ A12 ഉള്ള റോവും കോളും ഒഴിവാക്കി ബാക്കി ഭാഗത്തിന്റെ ഡിറ്റർമിനന്റ് ഇതാണ് A12 ഇൻറ്റു A21, ഡിറ്റർമിനന്റ് A21, A23, A31, A33. ശ്രദ്ധിക്കുക, ഇനി ചെയ്യേണ്ടത് മൈനസ് ആണ്. ആദ്യം പ്ലസ് ആയിരുന്നു, ദെൻ മൈനസ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് പറയാം, ഇത് കഴിയട്ടെ. സി മൈനസ് A12 ഇൻറ്റു ഡിറ്റർമിനന്റ് A21, A23, A31, A33 ലൈക്ക് ദിസ്. അടുത്തത് പ്ലസ് ആണ്. ഓക്കെ, ദെൻ അതേ റോയിൽ അടുത്ത എലമെന്റ് ശ്രദ്ധിച്ചോളൂ. A13 ഇൻറ്റു A13 ഉള്ള റോവും കോളും അവിടുന്ന് ഒഴിവാക്കുന്നു, ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് പ്ലസ് A13 ഇൻറ്റു ഡിറ്റർമിനന്റ് A21, A22, A31, A32. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി 2/2 ഓർഡറുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? A11 ദാറ്റ് ഈസ് ഇൻറ്റു A22, A33 മൈനസ് A32, A23. കറക്റ്റ് അല്ലേ? മൈനസ് A12 ഇൻറ്റു A21, A33 മൈനസ് A31, A23. ഓക്കെ, പ്ലസ് A13 ഇൻറ്റു A21, A32 മൈനസ് A31, A22. ഓക്കെ, അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെയാണ് 3/3 ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്ക് 1-2 എക്സാമ്പിൾസ് കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ ചെയ്തത് എക്സ്പാൻഷൻ എബൌട്ട് ഫസ്റ്റ് റോ ആണ്. ഫസ്റ്റ് റോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി പറയാനുള്ളത് എങ്ങനെയാണ് ഇവിടെ ഈ പ്ലസ് മൈനസ് എന്ന് ഓൾട്ടർനേറ്റ് വരുന്നത്? അത് വരുന്നത് നിങ്ങൾ ഈ ഫസ്റ്റ് എലമെന്റ് നോക്കിക്കോളൂ. ഇറ്റ് ഈസ് A11 ദാറ്റ് ഈസ് 1/1th എലമെന്റ് അല്ലേ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റ്. അവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സീ ദിസ് വിച്ച് ഈസ് -1 raised to 1 + 1. അതായത് ഈ ഇൻഡെക്സ് ശ്രദ്ധിക്കുക, 1 + 1 അത് 1 പോസിറ്റീവ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. എങ്കിൽ അടുത്ത് നോക്കി, A12 ഇൻറ്റു എടുക്കുമ്പോഴാണ് ഇവിടെ നെഗറ്റീവ് പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. A12 എടുക്കുമ്പോൾ -1 raised to 1 + 2 കണ്ടില്ലേ? 1 + 2 അത് നെഗറ്റീവാണ്, -1 ആണ്. സോ ആ നെഗറ്റീവാണ് ഇവിടെ എടുക്കുന്നത് നമ്മൾ. എങ്കിൽ അടുത്ത് നോക്കാം, A13 ആണ് ഇവിടെ. അപ്പോൾ -1 raised to 1 + 3 ദാറ്റ് ഈസ് -1 raised to 4 1 പോസിറ്റീവ് ആണ്. അങ്ങനെയാണ് പോസിറ്റീവ് എടുക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഓരോ ടേമിൻ്റെയും സൈൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. -1 raised to I + j എന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത എക്സാമ്പിൾ അങ്ങനെ തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. സി നമ്മൾ നേരത്തെ ചെയ്ത അതേ സംഭവം നമ്മൾ എക്സ്പാൻഡ് എബൌട്ട് സെക്കൻഡ് റോ ചെയ്ത് നോക്കുന്നു. സെക്കൻഡ് റോ ഓക്കെ, നമുക്ക് ഈ സ്ക്വയർ മാട്രിക്സ് എബൌട്ട് എനി റോ ഓർ എനി കോളം ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ 6 ways. 6 തരത്തിൽ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഇത് സെയിം ആയിരിക്കും. ഓക്കെ, നൗ എബൌട്ട് ഇവിടെ സെക്കൻഡ് റോ. യെസ്, ഫസ്റ്റ് A21 അല്ലേ? A21 എന്തായിരിക്കും സൈൻ? ഇറ്റ് ഈസ് -1 raised to 2 + 1 -1 ക്യൂബ് ദാറ്റ് ഈസ് നെഗറ്റീവ് റൈറ്റ്? അപ്പോൾ സ്റ്റാർട്ട് വിത്ത് നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും വരിക. അപ്പോൾ A21 ഉള്ള റോവും കോളും നമ്മൾ ഒഴിവാക്കുന്നു, ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഡിറ്റർമിനന്റ് നോക്കിക്കോളൂ. എന്താ വരിക? ഇറ്റ് ഈസ് -1 raised to 2 + 1 ഇൻറ്റു A21 ഇൻറ്റു ഡിറ്റർമിനന്റ് A12, A13, A32, A33. ഓക്കെ അല്ലേ? പ്ലസ്. ഓക്കെ, ഇനി അടുത്ത എലമെന്റ് ഏതാണ്? A22 ആണ്. A22
അപ്പോൾ -1 raised to 2 + 2 അല്ലേ? ആ റോവും കോളും ഒഴിവാക്കുന്നു, ബാക്കി ഭാഗത്തിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഓക്കെ അല്ലേ? ദാറ്റ് ഇസ് ഡിറ്റർമിനൻറ്റ് A11, A13, A31, A33 പ്ലസ് അടുത്ത ഏതാ? A23 ആണ്. അപ്പോൾ -1 raised to 2 + 3 ഇൻറ്റു അല്ലേ A23 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് A23 ഉള്ള റോവും കോളും ഒഴിവാക്കി ബാക്കി ഭാഗത്തിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. ഓക്കെ, അത് പിന്നെ സിംപ്ലിഫൈ ചെയ്യുന്നു. യെസ്, ആസ് യൂഷ്വൽ സിംപ്ലിഫൈ ചെയ്യുന്നു. യെസ്, ഇത് നേരത്തെ കിട്ടിയ അതേ എക്സ്പ്രഷനാണ്, ഒരു ചേഞ്ചും ഇല്ല. ഓക്കെ, വേണമെങ്കിൽ ഒരു എക്സാമ്പിളോട് നമുക്ക് നോക്കാം. അടുത്തതിലേക്ക് പോകും. യെസ്, സോ ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 3. വീണ്ടും ഒരു എക്സാമ്പിൾ, A is equal to that, ഡിറ്റർമിനൻറ്റ് ഓഫ് A equal to this. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്ന നേരത്തെ ഫസ്റ്റ് റോ ചെയ്തു, സെക്കൻഡ് റോ ചെയ്തു. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എക്സ്പാൻഷൻ എബൌട്ട് തേർഡ് കോളം. ഓക്കെ, തേർഡ് കോളം, ഇതാണ് തേർഡ് കോളം, ഇത് വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് എലമെന്റ് ഏതാ? A13, ദാറ്റ് ഈസ് -1 raised to 1 + 3, -1 raised to 4, പോസിറ്റീവ് ആണ് ആദ്യം വരിക അല്ലേ? സോ ഡിറ്റർമിനൻറ്റ് ഓഫ് A equal to A13 ഉള്ള റോവും കോളും ഒഴിവാക്കുന്നു. ദാറ്റ് ഈസ് -1 raised to 1 + 3 ഇൻറ്റു A13 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് A21, A22, A31, A32. ആദ്യം പോസിറ്റീവ് ആണെന്ന് ഉറപ്പായി, ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് നെഗറ്റീവ്, അടുത്ത നെഗറ്റീവ്, ദെൻ പോസിറ്റീവ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അടുത്ത എലമെന്റ് A23 ആണ്. സോ -1 raised to 2 + 3 ഇൻറ്റു വാട്ട്? A23 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് A11, A12, A31, A32. കറക്റ്റ് അല്ലേ? പ്ലസ് അടുത്ത ഏതാണ്? അടുത്ത എലമെന്റ് A33 ഇല്ലേ? ദെൻ -1 raised to 3 + 3 ഇൻറ്റു A33 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് A33 ഉള്ള റോവും കോളും ഒഴിവാക്കി ബാക്കി A11, A12, A21, A22 ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ 2/2 കൺവേർട്ട് ആയി നമുക്ക്. ഇനി ഒന്ന് സിംപ്ലിഫൈ ആവുന്നേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് സെയിം എക്സ്പ്രഷൻ ആണ്, നേരത്തെ ചെയ്ത അതേ എക്സ്പ്രഷൻ ആണ് കിട്ടുക. ഒന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 3 ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഓർഡർ 4, ഓർഡർ 5 ഇതുപോലെ നമുക്ക് ചെയ്ത് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ഓക്കെ, യെസ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 3 ക്യാൻ ബി എക്സ്പാൻഡഡ് അലോങ് എനി റോ ഓർ കോളം, ദാറ്റ് ഈസ് ഇൻ 6 ways. നേരത്തെ നമ്മൾ 3 കേസ് പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഏത് കോളം ഏത് റോ വെച്ച് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. നിങ്ങൾ അതിൻ്റെ സൈൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ഇഫ് എ റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ സീറോസ്, then the value of the determinant is 0. അതായത് ഡിറ്റർമിനൻറ്റിൽ ഏതെങ്കിലും റോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളം ഫുള്ളായിട്ട് 0 ആണെങ്കിൽ ഉറപ്പായിട്ടും ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആയിരിക്കും അല്ലേ? നമുക്ക് ആ 0 എവിടെയാണോ ഉള്ളത് ആ റോ അല്ലെങ്കിൽ ആ കോളം വെച്ച് ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി, ഈസി ആയിട്ട് 0 കിട്ടും. ആൻഡ് തേർഡ് പോയിന്റ്, ഫോർ ആൻ ഈസിയർ കാൽക്കുലേഷൻ we shall expand the determinant along that row or column which contains maximum number of zeros. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അവിടെ റോയിലും കോളും ഫുള്ളായിട്ട് 0 ആണ് എങ്കിൽ ഫുള്ളായിട്ട് 0 ഇല്ലെങ്കിലും മാക്സിമം നമ്പർ ഓഫ് 3/3 ആണെങ്കിൽ 2 എലമെൻ്റൊക്കെ 0 ആണെങ്കിൽ ആ റോ അല്ലെങ്കിൽ ആ കോളം വെച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ഡിറ്റർമിനൻറ്റ് വാല്യൂറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. ആൻഡ് ഫോർത്ത് പോയിന്റ് ഈസ്, while expanding, instead of multiplying with -1 raised to I plus j, we can multiply +1 or -1 according as I plus j is even or odd. ക്ലിയർ ആണത്? എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും -1 raised to 2 + 3, -1 raised to 1 + 1 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ആദ്യത്തെ എലമെന്റ് നോക്കുക. ആദ്യത്തെ എലമെന്റ് നോക്കിയിട്ട് അതിൻ്റെ ഇൻഡെക്സ് സം I plus j, ഫോർ എക്സാമ്പിൾ A12 1 + 2 3 ഓഡാണ്, അപ്പം നെഗറ്റീവ് ആണ് വരിക. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. യെസ്, അടുത്ത പോയിന്റ്. And it is evident that every square matrix of order n can be associated with a number, is maybe real or complex. Then the determinant can be expressed as considered as a function from the set m of all square matrices to the set of all numbers, real or complex. വളരെ ഈസിയാണത്. അതായത് നമ്മൾ ഇത്രയും പറഞ്ഞ അവസ്ഥക്ക് ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏത് സ്ക്വയർ മെട്രിക്സ് ഓഫ് എനി ഓർഡർ എടുത്തു കഴിഞ്ഞാൽ
അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരു യുണീക്ക് നമ്പറിലോട്ടായിരിക്കും അത് പോകുന്നത്. ശരിയല്ലേ? ഒരു യുണീക്ക് നമ്പറിലോട്ടാണ് പോകുന്നത്. എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ? എം ഈസ് സെറ്റ് ഓഫ് ഓൾ സ്ക്വയർ മെട്രിക്സ് ഓഫ് എനി ഓർഡർ ആൻഡ് കോഡൊമെയിൻ ഈസ് ദിസ് ഈസ് എ ഡൊമെയിൻ ആൻഡ് ദ കോഡൊമെയിൻ ഈസ് ഓർ റിയൽ നമ്പർ ഇല്ലെങ്കിൽ ഓർ കോംപ്ലക്സ് നമ്പർ, ബെറ്റർ. ഓക്കെ, അതിലേക്കുള്ളൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇതാകണ്ട ഒരു 2/2 ഓർഡർ -1 2 3 5 ഇതൊരു മെട്രിക്സ് ആണ്, 2/2 മെട്രിക്സ് ആണ്. ഇത് ഇങ്ങോട്ട് മാപ്പ് ചെയ്യുന്നത് അതിന് ഡിറ്റർമിൻ്റ് ആയ എത്ര ഡിറ്റർമിൻ്റ് -11 ആണ്. സോ മാപ്പ് ടു -11. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ സ്ക്വയർ മെട്രിക്സസ് എന്ന് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ ഓർ കോംപ്ലക്സ് നമ്പർ അതിലേക്ക് ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് സം പ്രോബ്ലംസ്. ഓക്കെ, ഇവാലുവേറ്റ് ഡിറ്റർമിൻഡ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ. യെസ്, എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം? ഈസിയാണ്. ദ പ്രോഡക്റ്റ് ഓഫ് ദ മെയിൻ ഡയഗണൽ മൈനസ് പ്രോഡക്റ്റ് ഓഫ് ഓഫ് ഡയഗണൽ ഇല്ലേ? ദാറ്റ് ഈസ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് ഇല്ലേ മൈനസ് ഓഫ് ഡയഗണൽ എലമെന്റ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ. റെഡി? ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, ദാറ്റ് ഈസ് 1. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് ഡിറ്റർമിൻഡ് x to 18x ഈക്വൽ ടു 6 to 18 6. ഇവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, സോ ഡിറ്റർമിൻ രണ്ടും ഈക്വൽ ആണെങ്കിൽ യുണീക്ക് വാല്യൂ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. യെസ്, നോക്കാം. സോ ഡിറ്റർമിൻഡ് ഓഫ് x to 18x ഈക്വൽ ടു 6 to 18 6. ആദ്യത്തെ ഡിറ്റർമിൻ എന്താണ്? ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 36. ഈസി അല്ലേ? ദാ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് 36 ഈക്വൽ ടു 6 into 6 36 minus 36. Okay അല്ലേ? That is 0. That is x square minus 36 equal to 0, x square equal to 36 and x equal to plus or minus 6. That's the value of x. Okay. ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇത്തരം പ്രോബ്ലം മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടെന്ന് ഓർമ്മിച്ച് നോക്കുക. അടുത്തത്, എക്സ്പാൻഡ് determine 3 minus 4 5 1 5 minus 2 2 3 1. You can expand about row 1 and expand about C2. രണ്ടിലും ചെയ്ത് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ ആൻസർ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. രണ്ടും സെയിം ആയിരിക്കണം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? സി ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പാൻഷൻ അബൌട്ട് റോ 1 അല്ലേ? റോ 1 എന്ന് പറയുമ്പം ഇവിടെ 3 ആണ്. റോ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? That is 1 1th element അല്ലേ ഇത്? 1 1th element means -1 raised to 1 plus 1 1 1 1 plus 1 2 അല്ലേ? ഈവൺ ആണ്, ഉറപ്പായിട്ട് പോസിറ്റീവ് ആണ്. ഓക്കെ, ലൈക്ക് ദിസ് നോക്കിക്കോളൂ. 1 1 കാണുന്നില്ലേ? 1 1ന് പകരം 1 1th element ആണ് 3. അപ്പോൾ ഉറപ്പായിട്ട് എന്താണ്? വേണമെങ്കിൽ സൈൻ ഒന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് പോസിറ്റീവ് ആണ്, ദെൻ നെഗറ്റീവ്, ദെൻ പോസിറ്റീവ് ഇല്ലേ? ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റോ 1 എക്സ്പാൻഷൻ അബൌട്ട് റോ 1 ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യും. പോസിറ്റീവ്, ദാറ്റ് ഈസ് 3 ഇൻറ്റു 3 ഉള്ള റോവും കോളും ഒഴിവാക്കി ബാക്കി ഭാഗത്തിന് ഡിറ്റർമിൻഡ് 5 minus 2 3 1 അല്ലേ? ദെൻ -4 ഇൻറ്റു, കറക്റ്റ് അല്ലേ? -4 ഉള്ള റോവും കോളും ഒഴിവാക്കി ബാക്കി 1 minus 2 2 1 ഡിറ്റർമിൻഡ്. ദെൻ പ്ലസ് 5 ഇൻറ്റു 5 ഉള്ള റോവും കോളും ഒഴിവാക്കി 1 5 2 3. ഓക്കെ അല്ലേ? ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു നമ്മൾ. റെഡി? അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് 3 ഇൻറ്റു 5 plus 6 plus -4 plus 4 into 1 plus 4 plus 5 into 3 minus 10. That is calculate. It is 18. Okay. That is expansion about row 1. ഇനി എക്സ്പാൻഷൻ അബൌട്ട് കോളം 2 ആണ് പറഞ്ഞിരിക്കുന്നത്. ചെക്ക് ചെയ്യാം. ആൻസർ 18 ആണ്, ഓർമ്മ വേണം. സി 2 എക്സ്പാൻഷൻ അബൌട്ട് C2. ഓക്കെ അല്ലേ?
C2ൻ്റെ എന്താണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, ഏതാണ് C2? സി ദിസ് C2 എന്ന് പറയുമ്പോൾ 1 2 ആണ് ഫസ്റ്റ് എലമെൻറ്റ്, 1 2 2 2 3 2 അല്ലേ. 1 2 എന്ന് പറയുമ്പോൾ 1 + 2 3 ഓടാണ്, നെഗറ്റീവ് ആണ് സ്റ്റാർട്ട് ചെയ്യുക, ദെൻ പോസിറ്റീവ് ദെൻ നെഗറ്റീവ്. ഇതാ ഇവിടെ കാണാം അല്ലേ. അതിന് സ്റ്റാർട്ട് വിത്ത് നെഗറ്റീവ് മൈനസ് എന്താണ്, ഫസ്റ്റ് എലിമെൻറ്റ് -4 ആണ്, -4 ഇൻറ്റു -4 ഉള്ള റോവും കോളും ഒഴിവാക്കി ബാക്കി 1 - 2 2 1 എന്നാക്കാം. ദെൻ പ്ലസ് 5 ഇൻറ്റു ദിസ് 5 2th എലമെൻറ്റ് 5 ഇൻറ്റു 5 ഉള്ള റോവും കോളും ഒഴിവാക്കി ബാക്കി 3 5 2 1 ആൻഡ് മൈനസ് അഗെയിൻ 3 ഇൻറ്റു ബാക്കിയുള്ളത്. സോ യു ക്യാൻ സിംപ്ലിഫൈ ദിസ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 18. സെയിം ആണോ അല്ലേ, നേരത്തെ ചെയ്തതും ഇതും സെയിം ആണ്. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലോട്ട്. സോ ഇവാലുവേറ്റ് ദിസ് ഡിറ്റർമിനൻറ്റ്. ഈസിയാണ്, നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എക്സ്പാൻഡ് അബൌട്ട് സെക്കൻഡ് റോ, അതാണ് ഈസി അല്ലേ. എന്തുകൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡിറ്റർമിനൻറ്റ് ഈസിയർ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഏത് റോയിലാണോ ഏത് കോളത്തിലാണോ കൂടുതൽ സീറോസ് ഉള്ളത് ആ റോ അല്ലെങ്കിൽ ആ കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. നൗ എക്സ്പാൻഡ് അബൌട്ട് റോ 2 എടുത്തതിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇറ്റ് കണ്ടെയ്ൻസ് മാക്സിമം സീറോസ് അല്ലേ, രണ്ടും 0 ആണ്, ഇത്രേ ഉള്ളൂ. അപ്പം ഈ സ്റ്റാർട്ട് വിത്ത് ദിസ് എലമെൻറ്റ്, ഈ എലമെൻറ്റ് എന്ന് പറയുമ്പം ഏതാണ്, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 2 1 ആണ്. അപ്പം 2 + 1 3 ഓടാണ്, നെഗറ്റീവ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം, ശരിയല്ലേ. സോ ഇതാണ് -0 ഇൻറ്റു ബാക്കിയുള്ളത് പ്ലസ് എന്ന് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം 0 ഇൻറ്റു എന്ന് പറയുമ്പോൾ തന്നെ ആ പാർട്ട് കംപ്ലീറ്റ് 0 ആയിട്ട് മാറും. ഞാൻ കംപ്ലീറ്റ് കാണിച്ചു എന്നുള്ളൂ, കുഴപ്പമില്ല. ദെൻ പ്ലസ് 0 ഇൻറ്റു 0 ഉൾപ്പെടുന്ന ബാക്കി ഭാഗത്തിൻ്റെ ഡിറ്റർമിനൻറ്റ് അല്ലേ. 0 ഉൾപ്പെടുന്ന റോങ് കോൾ ഒഴിവാക്കി ബാക്കി ഭാഗത്തിൻ്റെ ഡിറ്റർമിനൻറ്റ്. ദെൻ മൈനസ് അഗെയിൻ -1 ഇൻറ്റു -1 മാത്രമേ അവിടെ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയൊക്കെ 0 ആയി. -1 ഉള്ള കോളും റോവും, അതായത് റോ 2ഉം കോളം 3ഉം ഒഴിവാക്കി ബാക്കി 3 -1 3 -5 ശരിയല്ലേ. സോ ദാറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഫസ്റ്റും രണ്ടും 0 ആയി, ഇറ്റ് ഈസ് -12 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ മാക്സിമം സീറോസ് വരുന്ന ആ റോ അല്ലെങ്കിൽ ആ കോളം സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അടുത്തതിലേക്ക്. If A is equal to matrix 1 2 4 2, then show that the determinant of 2A equal to 4 into determinant of A. അല്ലേ, 2 into A means സ്കെലാർ മൾട്ടിപ്പിൾ ആണ്, മെട്രിക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. See this. This is determinant of A. That is 2 - 8, that is -6. What is matrix 2A? That is 2 into this matrix എന്ന് പറയുമ്പോൾ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മെട്രിക്സിനുള്ള എല്ലാ എൻട്രി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി. ദാറ്റ് ഇസ് 2 4 8 4 ലൈക്ക് ദിസ്. വാട്ട് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് 2A? വിച്ച് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് 2 4 8 4, വിച്ച് ഈസ് 8 - 32, ദാറ്റ് ഈസ് -24. ഇപ്പം നോക്കിയേ, പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഡിറ്റർമിനന്റ് ഓഫ് 2A -24 ആണ്, ഡിറ്റർമിനന്റ് ഓഫ് A -6 ആണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡിറ്റർമിനന്റ് ഓഫ് 2A എന്നുള്ളത് 4 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് A എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇതിന് എന്ത് എഴുതാം? ഇറ്റ് ഈസ് 4 ഇൻറ്റു -6 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് A ആണ്, ഇസ് പ്രൂവ്ഡ് അല്ലേ. ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അടുത്തതിലേക്ക് സെയിം പ്രോബ്ലം ഇൻ 3/3. If A is equal to matrix 1 0 1 0 1 2 0 0 4, then show that the determinant of 3A equal to 27 into determinant of A. ഓക്കെ, ആദ്യം നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് A കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെയാണ് ഡിറ്റർമിനന്റ് ഓഫ് A നോക്കൂ. എങ്ങനെയാണ് ഡിറ്റർമിനന്റ് ഓഫ് A ചെയ്യുന്നത്? എങ്ങനെ വേണം ചെയ്യാം, പക്ഷേ ഫോർ ഈസിയർ കാൽക്കുലേഷൻ ഇവിടെ നമുക്ക് കാണാം, ഫസ്റ്റ് കോളത്തിൽ 2 എലമെൻറ്റ് 0 ആണ്, തേർഡ് റോയിലും 2 എലമെൻറ്റ് 0 ആണ്. അപ്പം കോളം 1 റോ 3 വെച്ചിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ് ഇല്ലേ. ഇവിടെ നമുക്ക് കോളം 1 വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സി 1 ഇൻറ്റു ഡിറ്റർമിനന്റ് 1 2 0 4 മൈനസ് ദിസ് 0 അല്ലേ, ഇൻറ്റു പിന്നെ എഴുതേണ്ട ആവശ്യമില്ല, 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയിക്കോളൂ, പ്ലസ് 0 ഇൻറ്റു ദിസ്, ദാറ്റ് ഈസ് 4 ഇറ്റ് സെൽഫ്. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് A. ഇനി ഡിറ്റർമിനന്റ് ഓഫ് 3A, അപ്പോൾ 3 ഇൻറ്റു മെട്രിക്സ് A കണ്ടുപിടിക്കണം.
സോ 3 ഇൻറ്റു 101 012 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ അല്ലേ? യെസ്. ഇനി ഡിറ്റർമിനൻ്റ് ഓഫ് 3 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്ത് ചെയ്യാം? ഡിറ്റർമിനൻ്റ് ഓഫ് 3 ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് കോളം വെച്ചിട്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യും. ദാറ്റ് ഈസ് 3 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് 3 6 0 12. ബാക്കിയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. കാര്യം ബാക്കി കോളത്തിലെ 2 എലമെൻറ്റ് 0 ആണ്. അപ്പോൾ ഇത്രയും മതിയോ? ദാറ്റ് ഈസ് 3 ഇൻറ്റു 36 മൈനസ് 0 108. പ്രൂവ് ചെയ്യേണ്ടതാണ് ഡിറ്റർമിനൻ്റ് ഓഫ് 3 ഈക്വൽ ടു 27 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ അല്ലേ? ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഡിറ്റർമിനൻ്റ് ഓഫ് എ 4 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇസ് ക്ലിയർലി 27 ഇൻറ്റു 4 ദാറ്റ് ഈസ് 27 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇസ് ക്ലിയർലി പ്രൂവ്ഡ് ലൈക്ക് ദിസ് അല്ലേ? ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു ജനറൽ റിസൾട്ടിലേക്ക് എത്തുന്നുണ്ട്. യെസ്. ഇവാലുവേറ്റ് ഡിറ്റർമിനൻ്റ് 0 സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ 0 സൈൻ ബീറ്റ കോസ് ആൽഫ മൈനസ് സൈൻ ബീറ്റ 0 ഇവാലുവേറ്റ് ചെയ്യാം അല്ലേ? ഫസ്റ്റ് റോ ഉപയോഗിച്ചോ ഫസ്റ്റ് കോളം ഉപയോഗിച്ചോ എങ്ങനെ വേണം ചെയ്യാം, ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് 0 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ ഇവിടെ റോ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റോ ഈ കോളം ഒഴിവായി ബാക്കി ഡിറ്റർമിനൻ്റ് 0 സൈൻ ബീറ്റ മൈനസ് സൈൻ ബീറ്റ 0 ലൈക്ക് ദിസ് മൈനസ് സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫയുള്ള കോളവും റോവും ഒഴിവാക്കി ബാക്കി മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ കോസ് ആൽഫ 0 പ്ലസ് മൈനസ് കോസ് ആൽഫ ഇൻറ്റു ഡിറ്റർമിനൻ്റ് മൈനസ് സൈൻ ആൽഫ 0 കോസ് ആൽഫ സൈൻ ബീറ്റ. ഓക്കെ, സോ എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് 0 ഇത് മൈനസ് സൈൻ ആൽഫ ഇൻറ്റു 0 മൈനസ് കോസ് ആൽഫ സൈൻ ബീറ്റ മൈനസ് കോസ് ആൽഫ ഇൻറ്റു ദിസ് സിംപ്ലിഫൈ ചെയ്യുന്നു ആൻഡ് സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ ബീറ്റ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ സൈൻ ബീറ്റ ബോത്ത് ആർ സെയിം. ദെൻ ദിസ് മൈനസ് ദിസ് ഈക്വൽ ടു 0. ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതുള്ളൂ. ഓക്കെ ഓക്കെ, ദാറ്റ്സ് എൻഡ് ഓഫ് ദി ഫസ്റ്റ് സെക്ഷൻ ഓഫ് ഡിറ്റർമിനൻ്റ്. പ്രോബ്ലം ഒക്കെ ചെയ്ത് നോക്കുക. യെസ്, ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് properties of determinants.